നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. തൃക്കൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് പ്രളയം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പ്രദേശത്തെ 13.4 ഹെക്ടർ സ്ഥലത്തെ 33,500 വാഴകളാണ് നശിച്ചത്. ചിമ്മിനി ഡാമിലെ റിവർ ലൂയിസ് തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറുമാലിപ്പുഴയിലേക്ക് വെള്ളം ഒഴുക്കുന്നത്. വെണ്ടോർ ഭുവനേശ്വരി നമ്പൂരിച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ മിനി പിക്കപ്പ് വാൻ കാറിന്റെ പിറകിൽ ഇടിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആമ്പല്ലൂർ യൂണിറ്റിന്റെ 25ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃക്കൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് പ്രളയം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പ്രദേശത്തെ 13.4 ഹെക്ടർ സ്ഥലത്തെ 33,500 വാഴകളാണ് നശിച്ചത്. ഇതോടെ കടക്കടിയിലായ കർഷകർ ആത്മഹത്യയുടെ വക്കിൽ. ഇറിഗേഷന്റെ അനാസ്ഥയാണ് വെള്ളം കയറാൻ കാരണമെന്നാണ് കർഷകരുടെ ആരോപണം. പീച്ചി ഡാമിലെ വെള്ളം കൂടിയ അളവിൽ തുറന്നപ്പോൾ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് കർഷകർക്കുണ്ടാക്കിയ നഷ്ടം ലക്ഷങ്ങളുടേതാണ്. കല്ലൂർ പാലത്തുപറമ്പിലാണ് കൃഷിനാശം ഏറ്റവും ആഘാതം സൃഷ്ടിച്ചത്. ഓണവിപണി ലക്ഷ്യമാക്കി നട്ട വാഴകൃഷിയിൽ 25,000 വാഴകളും കുലച്ച വാഴകളായിരുന്നു. കർഷകരുടെ പ്രതീക്ഷ തകർത്ത് കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിയപ്പോൾ 90ഓളം കർഷകരാണ് കണ്ണീരിലായത്. വെള്ളക്കെട്ടിൽ ദിവസങ്ങളോളം നിന്നതിനാൽ കൃഷിയിടങ്ങളിലെ വാഴകളിൽ പിണ്ടികൾ ചീഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. മഞ്ഞളിപ്പും ബാധിച്ചിട്ടുണ്ട്. വാഴകൾ ഇനി വിളവെടുപ്പിന് പാകമാകില്ല. വാഴയ്ക്ക് പുറമെ 45 തെങ്ങ്, 150 ജാതിമരം, 60 കുരുമുളക്, 80 അടയ്ക്കാമരം എന്നിവയും വെള്ളത്തിൽ നാശത്തിലായി. മഴ കനത്തതോടെ ജൂലൈ 29-നാണ് പീച്ചി ഡാം ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കിയത്. 4 ഷട്ടറുകളും 7.5 സെന്റിമീറ്റർ വീതമാണ് ആദ്യം തുറന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ഷട്ടറുകൾ 60 ഇഞ്ചും പിന്നീട് 72 ഇഞ്ചും തുറക്കുകയായിരുന്നു. 2018 പ്രളയകാലത്ത് പോലും 56 ഇഞ്ച് മാത്രമാണ് ഷട്ടറുകൾ തുറന്നത്. വലിയ അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കിയതോടെ മണലിപ്പുഴ കര കവിഞ്ഞാണ് കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയത്. വെള്ളം ഇറങ്ങിപ്പോകാത്ത അവസ്ഥയാണ് മേഖലയിൽ ഉണ്ടായിരുന്നത്. കടം വാങ്ങിയും ലോൺ എടുത്തുമാണ് പല കർഷകരും കൃഷി ഇറക്കിയത്. ഓണവിപണി ലക്ഷ്യമാക്കി നടത്തിയ നേന്ത്രകൃഷി വെള്ളത്തിലായതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയതെന്നും കർഷകൻ പറഞ്ഞു. കർഷകനായി എനിക്ക് ഈ പീച്ചി ഡാമിലെ അനാസ്ഥ മൂലം ഞങ്ങളുടെ കൃഷി കംപ്ലീറ്റ് നശിച്ചു. ലക്ഷക്കണക്കിന് രൂപ വരെ നഷ്ടം. എല്ലാ പണിയും കഴിഞ്ഞ് ഓണത്തിന് വേണ്ടി പാകായിക്കുന്ന കായാണ് 10-15,000 കൊല ഒരേ തോട്ടത്തിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബാങ്കുകളിലത്തെ ലോണും അടയ്ക്കാനൊന്നും രക്ഷയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ്റാത്ത കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പീച്ചി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് സംഭവിച്ചത്. 18-ലെ വെള്ളം വരെ വന്നിട്ട് കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ നഷ്ടം. ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ എനിക്ക് തന്നെ ഒരു 1000 വാഴയോളം ഒരു 650 വാഴ ഒറ്റ പോയി, നഷ്ടമായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ച് കൊലച്ച് പറഞ്ഞാൽ ഓണത്തിന് വെട്ടാനുള്ള കായായിരുന്നു. ഒരു 18 കിലോ 20 കിലോ കിട്ടുന്ന കായക്കൊലകളാണ് മുഴുവൻ വെള്ളം വന്ന് ഒടിഞ്ഞു പോയത്. കായക്കൊല വരെ വെള്ളം മുട്ടിപ്പോയി. അത്രയും വലിയ ദുരന്തമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് 1 കോടി രൂപയെങ്കിലും നഷ്ടം ഈ ഭാഗത്ത് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്രയധികം വാഴ, 10,000 കണക്കിന് വാഴയാണ് ഈ ഭാഗത്ത് നശിച്ചു പോയേക്കുന്നത്. എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും, ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ എന്നുള്ള സ്ഥിതി വരെ അത്രയും പരാധീനമായ രീതിയിലാണ് ഈ ഭാഗത്തുള്ള കർഷകരുടെ സ്ഥിതി. അത്രയും മോശമാണ്. കൃഷിയെ വെള്ളത്തിലാക്കിയതിന് പിന്നിൽ ഇറിഗേഷന്റെ അനാസ്ഥയാണെന്നും ഇറിഗേഷൻ അധികൃതർ കർഷകർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ ആവശ്യപ്പെട്ടു. തൃക്കൂർ പഞ്ചായത്തിൽ നമ്മുടെ 17-ാം വാർഡിലെ പ്രളയത്തിൽ നമുക്ക് വന്നത് 2018 പോലും നമുക്ക് 56 ഇഞ്ച് വെള്ളം വിട്ടപ്പോഴും കൂടി ഇറിഗേഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയ തടസ്സങ്ങളും വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായില്ല. പക്ഷെ ആ സ്ഥാനത്ത് നമുക്ക് ഇപ്പോൾ 2024 ആയപ്പോൾ 72 ഇഞ്ച് വെള്ളം വിട്ടപ്പോൾ നമുക്ക് വളരെയധികം കർഷകര് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ അയക്കണത്. എന്നുവെച്ചാൽ ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞതിൽ 19 ലക്ഷത്തിന് മേലെ നഷ്ടങ്ങളാണ് ഈ വാഴ കർഷകർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ നഷ്ടപ്പെട്ട ഇത് ഇറിഗേഷന്റെ ഭാഗത്ത് നിന്ന് ഈടാക്കണമെന്നാണ് എൻ്റെ ഭാഗത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അന്നത്തെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് രാവും പകലും കഷ്ടപ്പെട്ട് പാടത്ത് നിലത്തും എല്ലായിടത്തും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ അവസ്ഥ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളുടെ അവസ്ഥകളും നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്.
മുൻകാലഘട്ടങ്ങളിൽ കർഷകർക്കുണ്ടായ കൃഷിനാശത്തിൽ നഷ്ടപരിഹാരം വർഷങ്ങൾ കഴിഞ്ഞാണ് ലഭിച്ചതെന്നും കടുത്ത ദുരിതത്തിലായ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകാൻ അടിയന്തര നടപടി വേണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ഇവിടെ ഇപ്പം നശിച്ചുപോയ വാഴകൾ ഇവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇതിപ്പോൾ മാർക്കറ്റിൽ കൊടുക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, വെട്ടി നശിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് കിട്ടുക, അടുത്ത വെള്ളം ഇറക്കേണ്ട സമയമായി തുടങ്ങി. അതാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്, സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. മുൻകാലങ്ങളിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ വളരെ വൈകിട്ടാണ് ഇവിടെ പൈസ കിട്ടാറുള്ളത്. 2-3 വർഷം എടുത്തിട്ടാണ് അതിന് നഷ്ടപരിഹാരം കിട്ടാറുള്ളത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നഷ്ടപരിഹാരങ്ങൾ കൃഷിക്കാർക്ക് കിട്ടുകയാണെങ്കിൽ അടുത്ത വിളവ് ഇറക്കാനും എത്രയും പെട്ടെന്ന് സാധിക്കും. മാസങ്ങളായി പരിപാലിച്ച കൃഷിയാണ് വെള്ളക്കെട്ടിൽ ഇല്ലാതായിട്ടുള്ളത്. കർഷകരുടെ നഷ്ടത്തിന് അർഹമായ പരിഗണന നൽകി നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ചിമ്മിനി ഡാമിലെ റിവേഴ്സ് ലൂയിസ് തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറുമാലി പുഴയിലേക്ക് വെള്ളം ഒഴുക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5 വരെയും വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെയും റിവേഴ്സ് ലൂയിസ് തുറന്ന് 1 സെക്കൻഡിൽ 6.36 ഘനമീറ്റർ എന്ന തോതിലാണ് കുറുമാലി പുഴയിലേക്ക് ജലം ഒഴുക്കിവിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ആമ്പല്ലൂർ വെണ്ടോർ ഭുവനേശ്വരി നമ്പൂരിച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലും നാഗരാജാവിന്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിലും ഉണ്ടായിരുന്ന ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. 3 മാസത്തെ ഭണ്ഡാര പിരിവ് എടുത്തിട്ടില്ലെന്നും ഏകദേശം 50,000 രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. രാത്രി 10 മണിക്ക് ശേഷമാണ്, 10 മണി വരെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, അമ്പലത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. 10 മണിക്ക് ശേഷം നടന്നത്. ഒരു 10,000 പേരെ അടുത്ത് നമ്മുടെ ഇന്ന് പോയിന്റ് അമ്പലത്തിൽ നിന്ന് പോയി ഉണ്ടാക്കി. അത് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് വന്നിട്ടാണ് അന്വേഷണം നടക്കുന്നുണ്ട്. എന്താ അറിയില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ ഗ്രാമീണ വിദ്യയുടെ വിളയാട്ടം തുടങ്ങിയിട്ട് കുറച്ചുള്ള ആളായി. ആദ്യമായിട്ട് അമ്പലത്തിൽ വരുന്നത്. ഇത്ര വർഷമായിട്ട് ഈ അമ്പലത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഉണ്ടായി. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ മിനി പിക്കപ്പ് വാൻ കാറിന്റെ പുറകിലിടിച്ചു. ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:45 സംഭവം. കോട്ടയം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാൻ നിയന്ത്രണം വിട്ട് മുന്നിലുള്ള കാറിലിടിക്കുകയായിരുന്നു. തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. വാഹനം നീക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനം തള്ളിമാറ്റാൻ കഴിഞ്ഞില്ല. തുടർന്ന് ക്രെയിൻ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാഹനം നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആമ്പല്ലൂർ യൂണിറ്റിന്റെ 25ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ കരോട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി വി വിനോദ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. സെക്രട്ടറി കെ കെ മോഹനൻ, ട്രഷറർ വി കെ അഖിൽ, ജില്ലാ പ്രസിഡന്റ് എം കെ മുരളീധരൻ, ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ, ജില്ലാ ട്രഷറർ ഒ എസ് മണിരഥൻ, വൈസ് പ്രസിഡന്റ് പി കെ വിൽസൺ, സെക്രട്ടറി എം കെ മോഹനൻ, ജോയിന്റ് സെക്രട്ടറി സജി മാമ്പിള്ളി, എക്സിക്യൂട്ടീവ് അംഗം കെ എഫ് റോജി എന്നിവർ പ്രസംഗിച്ചു. വ്യാപാര സ്ഥാപനം വ്യവസായമായി നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള ബുദ്ധിമുട്ടുകൾ അത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് ഇപ്പോഴും നമ്മളുടെ ഈ ആമ്പല്ലൂരിനുള്ളിൽ ഇപ്പോഴും അതിന് സ്ഥാനം ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോഴും അവരെ ഗ്യാസ് തിരിച്ചു കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു പേപ്പർ വന്നു. അവരുടെ കയ്യിൽ 10 കുറ്റിയുണ്ട്. ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റിയിലായിരുന്നു, ഇപ്പോൾ ജില്ലാ ട്രഷററായി സ്ഥാനം വഹിക്കുന്ന വൈസ് മണിരഥൻ. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തിയ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ മണ്ണമ്പെട്ട മാതാ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ സ്വന്തമായി നിർമ്മിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയത്. ലിറ്റിൽ കൈറ്റ്സ് പൂർവ്വ വിദ്യാർത്ഥികളായ അതുൽ ഭാഗ്യേഷ്, പോൾവിൻ പോളി എന്നിവരുടെ സഹായത്തോടെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ സിയോൺ റോയ്, ടി പി പോൾജോ എന്നിവരാണ് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചത്. മുൻവർഷങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയിരുന്നത്. പാർലമെന്റ് ഇലക്ഷൻ നടത്തുന്നത് പോലെ വോട്ടേഴ്സിനെ തിരിച്ചറിയുന്നതിനായി സ്കൂൾ ID കാർഡ്, പോളിംഗ് സ്ലിപ്പ്, ബാലറ്റ് പേപ്പർ, ഇലക്ട്രൽ റോൾ എന്നിവ ഉപയോഗിച്ചാണ് ഇലക്ഷൻ നടത്തിയത്. പ്രിസൈഡിംഗ് ഓഫീസർ, മറ്റു പോളിംഗ് ഓഫീസേഴ്സ് എന്നിവരെല്ലാം വിദ്യാർത്ഥികളായിരുന്നു എന്ന പുതുമയും ഈ ഇലക്ഷനുണ്ട്. ഇലക്ഷൻ കമ്മീഷണറായ പ്രധാന അധ്യാപകൻ കെ ജെ തോമസിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ ഓഫീസറും അധ്യാപകയുമായ സ്വപ്ന തോമസ്, കൈറ്റ് അധ്യാപകനായ പി ഫ്രാൻസിസ് തോമസ്, അധ്യാപകരായ OJ ജിൻസി, EP പ്രിൻസി, ശില്പ തോമസ്, AD റീന, നീതു ജോസഫ്,
ബിജി ജോസ്, CL ബിന്ദു എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ചു. മാതാ ഹൈസ്കൂൾ മണ്ണമ്പേട്ടയിലെ 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വളരെ മനോഹരമായി 2 ഘട്ടങ്ങളിലായി ഇവിടെ നടക്കുകയാണ്. ആദ്യത്തെ ഘട്ടം ക്ലാസ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുവാൻ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് നടന്നത്. രണ്ടാമത്തെ ഘട്ടം സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മാറ്റിവയ്ക്കുന്ന മത്സരം നടത്തപ്പെട്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിലെ കുട്ടികൾ തന്നെയാണ് ഇവിടെ പ്രോഗ്രാം ചെയ്ത് അവർ തന്നെ ഉണ്ടാക്കിയ മെഷീൻ ഉപയോഗിച്ചാണ് അത് ചെയ്തത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മാതാ ഹൈസ്കൂൾ മണ്ണമ്പേട്ടയിലെ ഈ കൊല്ലത്തെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഈ കൊല്ലത്തെ ഇലക്ഷൻ നടക്കുന്നത്. ഈ കൊല്ലം ചെയർമാനെയും ചെയർപേഴ്സണെയും തിരഞ്ഞെടുക്കാനാണ് ഇത് നടക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങളുടെ സ്കൂൾ മാതാ ഹൈസ്കൂൾ മണ്ണമ്പേട്ടയിൽ ഇലക്ഷൻ നടക്കുകയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നടക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ചാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ചേട്ടന്മാരെ ഇൻസ്പയർ ആയിട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൽ നിന്ന് കിട്ടിയ ആർഡിനോ കിറ്റ് വെച്ചിട്ടാണ്. അതിൽ നിന്ന് മെയിനായിട്ട് ആർഡിനോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ പണം വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകി കുഞ്ഞു ഇക്സാൻ. കോടാലി GLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഇക്സാൻ അഹമ്മദ് തന്റെ വലിയൊരാഗ്രഹം മാറ്റിവെച്ചാണ് ദുരിതബാധിതർക്കായി പണം നൽകിയത്. കോടാലി GLP സ്കൂൾ വഴിയാണ് ഇക്സാൻ പണം കൈമാറുന്നത്. പ്രധാനാധ്യാപിക TM ശകുന്തള പണം ഏറ്റുവാങ്ങി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശത്തെ വീടുകളിൽ PP ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ, PP ചന്ദ്രൻ, MI ജോബി, ആസ്റ്റൽ ജോയ്, ഡെറിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഹിരോഷിമ നാഗാസാക്കി ദിനങ്ങളോടനുബന്ധിച്ച് ആളൂർ RMH സ്കൂളിലെ ഗൈഡ്സ് വിദ്യാർത്ഥികൾ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ലോകശാന്തിക്കായി സമാധാനത്തിന്റെ തിരുദീപം പ്രിൻസിപ്പൽ TJ ലൈൻസൺ കുട്ടികൾക്ക് പകർന്നുകൊടുത്തു. ലോകസമാധാനം കാത്തുസൂക്ഷിക്കുന്നതിന് യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ഇരിങ്ങാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ, ഗൈഡ്സ് ക്യാപ്റ്റൻ ജൂബി മാത്യു എന്നിവർ കുട്ടികൾക്ക് സന്ദേശം നൽകി. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആനുവൽ അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചു. മീറ്റിന്റെ ഭാഗമായി കോടാലി ആൽത്തറ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ റാലി പഞ്ചായത്ത് മൈതാനിയിൽ സമാപിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മഞ്ജു സജി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന മാർച്ച് പാസ്റ്റിൽ പ്രസിഡന്റ് സല്യൂട്ട് സ്വീകരിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ്, പ്രിൻസിപ്പൽ V പ്രീത, പ്രധാന അധ്യാപിക KG ഗീത, SMSC ചെയർമാൻ സുഭാഷ് ചന്ദ്രബോസ്, വിജയൻ മുണ്ടക്കൽ, അഖില എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി CJMHS സ്കൂളിൽ കായിക മാമാങ്കം കൊടിയേറി. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PC ജോസ് അധ്യക്ഷത വഹിച്ചു. സ്കൂളിന്റെ അഭിമാന താരമായ വോളിബോൾ കേരള ടീം ക്യാപ്റ്റൻ നെവിൽ കൃഷ്ണ ഒളിമ്പിക് ദീപം തെളിയിച്ചു. കായിക താരം അനസ് വിൽസൺ പ്രതിജ്ഞ ചൊല്ലി. സ്കൂൾ പ്രിൻസിപ്പൽ ബെജിൻ പ്രിൻസ്, പ്രധാനാധ്യാപകൻ ജോവൽ V ജോസഫ്, വാർഡംഗം ജോൺ തുലാപ്പറമ്പിൽ, MPTA പ്രസിഡന്റ് ബിൻസി ബിജു, PTA വൈസ് പ്രസിഡന്റ് MK ജോയ്, കായികാധ്യാപകൻ അജോ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. നമുക്ക് പാരീസിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ട് പള്ളിക്കുന്ന് നമ്മൾ പാരീസാക്കി മാറ്റുകയാണ് 2 ദിവസത്തേക്ക്. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വളരെ ആവേശകരമായി സ്പോർട്സ്മാൻഷിപ്പിന്റെ ട്രൂ സ്പിരിറ്റിനെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടെ മത്സരിക്കാനായിട്ട് തയ്യാറായി ഈ മൈതാനത്ത് വന്നു ചേർന്നിരിക്കുകയാണ്. ഒരു ചടങ്ങിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരിപാടിയല്ല നമ്മുടെ സ്കൂളിന്റെ സ്പോർട്സ് ഡേ. ഇന്നിപ്പോ നമ്മള് രാവിലെ മുതൽ തന്നെ ഇതിന്റെ കാര്യങ്ങളിൽ വളരെ കൃത്യമായി സംഘടിപ്പിച്ചുകൊണ്ട് ഈ സ്പോർട്സിന്റെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ വിളിച്ചറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. സ്പോർട്സ് മാമാങ്കത്തിന് ഇന്നിവിടെ തിരി തെളിയുകയാണ്. ഇന്നത്തെ ഈ സ്പോർട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഒളിമ്പിക്സ് നടക്കുന്ന അതേ സമയത്തും എന്നാൽ വ്യത്യസ്ത വേദിയിലുമാണ് നമ്മൾ ഒരേ മാമാങ്കത്തിനായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്.
മനുഷ്യാവകാശ സംരക്ഷണ സമിതി തൃശൂർ ജില്ലാ സമിതി യോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അശോകൻ AK നഗർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റായി ജോസഫ് തൃശൂർക്കാരൻ, ജനറൽ സെക്രട്ടറി ജോസ് പാത്താടൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ തസ്തികയിലെ നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിന് താൽക്കാലികമായി ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ആഗസ്റ്റ് 12-ന് പരീക്ഷ കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി www.jagsar.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6350 രൂപയും പവന് 50,800 രൂപയും രേഖപ്പെടുത്തി. കൊടകര ആനത്തടം പൊയ്യാറ കിട്ടുഭാര്യ തങ്ക അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ. വത്സല, ഓമന, സുരേന്ദ്രൻ, സുരേഷ്, ബാബു, സുനിലൻ, സുജിത എന്നിവർ മക്കളും. മാണിക്കുട്ടി, മുരളി, ബിന്ദു, ജിഷ, ഷൈനി, കാർത്തി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. തൃക്കൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് പ്രളയം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പ്രദേശത്തെ 13.4 ഹെക്ടർ സ്ഥലത്തെ 33,500 വാഴകളാണ് നശിച്ചത്. ചിമ്മിനി ഡാമിലെ റിവർ സ്ലൂയിസ് തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറുമാലിപ്പുഴയിലേക്ക് വെള്ളം ഒഴുക്കുന്നത്. വെണ്ടോർ ഭുവനേശ്വരി നമ്പൂരിച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ മിനി പിക്കപ്പ് വാൻ കാറിന്റെ പിറകിൽ ഇടിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആമ്പല്ലൂർ യൂണിറ്റിന്റെ 25ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.